സർവേഭ്യോ നമഃ. ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതം വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഞാൻ. എൻ്റെ പേര് ഡോക്ടർ ജ്യോതിലക്ഷ്മി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA സംസ്കൃതം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പ്രോഗ്രാമിലെ ആദ്യത്തെ ഡിസിപ്ലിൻ കോർ കോഴ്സായ സംസ്കൃത അധ്യയന വിധി എന്ന കോഴ്സിലെ ആദ്യത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 2 അജന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. സംസ്കൃത ഭാഷയിൽ പദങ്ങൾ 3 വിധം: നാമപദങ്ങൾ, ക്രിയാപദങ്ങൾ, അവ്യയങ്ങൾ. നാമപദങ്ങളുടെ മറ്റൊരു നാമധേയമാണ് സുബന്ധപദങ്ങൾ. സുപ്പ് എന്ന പ്രത്യയവുമായി അർത്ഥവത്തായ പദങ്ങൾ സംയോജിച്ചാണ് സുബന്ധപദങ്ങൾ രൂപം കൊള്ളുന്നത്. ഉദാഹരണത്തിന്, ലതയെ എന്ന പദത്തിൽ ലത എന്നത് പ്രകൃതിയും യേ എന്നത് പ്രത്യയവുമാണ്. ഇവ തമ്മിൽ സംയോജിച്ചാണ് ലത എന്ന ശബ്ദം രൂപം കൊള്ളുന്നത്. കൂടാതെ സുബന്ധപദങ്ങൾക്ക്, അതായത് നാമപദങ്ങൾക്ക് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നീ 3 ലിംഗങ്ങളും 7 വിഭക്തികളും, അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി എന്ന് 7 വിഭക്തികളും, ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ 3 വചനങ്ങളുമുണ്ട്. വിഭക്തികൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലേതുപോലെ തന്നെ സംസ്കൃതത്തിലും 7 വിഭക്തികളുണ്ട്. ഒന്നാമത്തേത്, രണ്ടാമത്തേത് എന്ന അർത്ഥത്തിൽ പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന ക്രമത്തിൽ 7 വിഭക്തികൾ. വിഭക്തികൾക്ക് ഓരോ അർത്ഥങ്ങളുമുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ സംസ്കൃത ഭാഷയിലും വിഭക്തികൾക്ക് ഓരോ അർത്ഥമുണ്ട്. പ്രഥമ എന്ന വിഭക്തിയുടെ അർത്ഥം അവൻ, അവൾ, അത്, ആ എന്നാണ്. ദ്വിതീയ വിഭക്തി അതെ, അതിനെ എന്നാണ്. തൃതീയ വിഭക്തിയിൽ ഹേതുവായിക്കൊണ്ട് ആൽ, ഓട്, ഊടെ എന്നാണ്. ചതുർത്ഥി ആയിക്കൊണ്ട് വേണ്ടി എന്നാണ്. പഞ്ചമി അതിൽ നിന്നും. ഷഷ്ടി ഇക്ക്, ന്, ഇന്റെ, ഉടെ. സപ്തമിയുടെ അർത്ഥം അതിൽ, അതിൽ വെച്ച്. പ്രഥമയ്ക്ക് സംബോധന പ്രഥമ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അതിനുപയോഗിക്കുന്ന പദങ്ങൾ ഹേ, ഐ, ഭോ എന്നൊക്കെയാണ്. ഈ ഹേ എന്ന പദത്തിനർത്ഥം അല്ലയോ എന്നാണ്. ആദ്യത്തെ ശബ്ദരൂപമായ അകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിലെ ലതാ ശബ്ദത്തെ നമുക്ക് പരിചയപ്പെടാം. ലതാ ശബ്ദത്തിന്റെ ആകാരാന്ത സ്ത്രീലിംഗ ലതാ ശബ്ദ. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ആകാരാന്ത എന്നാൽ ആകാര അന്തമായിട്ടില്ല, അതായത് ആ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്നതും സ്ത്രീലിംഗവുമായ ലതാ ശബ്ദം. അതിലേക്ക് പ്രവേശിക്കാം. പ്രഥമ ഏകവചനം ലത. ഇതിൻ്റെ മലയാളം അർത്ഥം ലത എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ആദ്യമേ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ 3 വചനങ്ങളുണ്ടെന്ന്. ഇത് പ്രഥമാ വിഭക്തി ഏകവചനം. പ്രഥമ ദ്വിവചനം ലതേ എന്നാൽ ലതകൾ, 2 ലതകൾ. ദ്വിവചനം എന്ന് പറഞ്ഞാൽ ദ്വിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് 2 ലതകൾ. ബഹുവചനം ലതാഹ, അതായത് ലതകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രഥമ ലത, പ്രഥമ ദ്വിവചനം ലതേ, പ്രഥമ ബഹുവചനം ലതാഹ. സംബോധന പ്രഥമ ഹേ ലതേ, അല്ലയോ ലതേ എന്നാണ് പറയുന്നത്. അതിൻ്റെ ദ്വിവചനം ഹേ ലതേ, അല്ലയോ 2 ലതകളെ എന്നാണ്. ബഹുവചനം ഹേ ലതാഹ, അല്ലയോ ലതകളെ എന്നാണ്. ദ്വിതീയ വിഭക്തി ഏകവചനം ശബ്ദം ലതാം എന്നാൽ ലതയെ. ദ്വിതീയ ദ്വിവചനം ലതേ, 2 ലതകളെ എന്നാണ് അർത്ഥമാക്കുന്നത്. ദ്വിതീയ വിഭക്തി ബഹുവചനം ലതാഹ, ലതകളെ എന്നാണ് അർത്ഥമാക്കുന്നത്. തൃതീയ വിഭക്തി ഏകവചനം ത്തിലെ ശബ്ദരൂപം ലതയാ എന്നാൽ ലതയാൽ എന്നാണ്. തൃതീയ വിഭക്തി ദ്വിവചനം ലതാഭ്യാം, 2 ലതകളാൽ. തൃതീയ വിഭക്തി ബഹുവചനം ലതാഭിഹി, ലതകളാൽ എന്നർത്ഥം. ചതുർത്ഥി ഏകവചനം ലതായൈ, ലതകൾക്കായിക്കൊണ്ട്. ചതുർത്ഥി ദ്വിവചനം 2 ലതകൾക്കായിക്കൊണ്ട്, ലതാഭ്യാം എന്നാണ് ശബ്ദരൂപം. ചതുർത്ഥി ബഹുവചനം ലതാഭ്യഃ, ലതകൾക്കായിക്കൊണ്ട്. പഞ്ചമി ഏകവചനം ലതായാഹ,
പഞ്ചമി ദ്വിവചനം ലതാഭ്യാം, രണ്ട് ലതകളിൽ നിന്നും. പഞ്ചമി ദ്വിവചനം ലതാഭ്യഃ, രണ്ട് ലതകളിൽ നിന്നും. ഷഷ്ടി ലതായാഹ, ലതയ്ക്ക് അല്ലെങ്കിൽ ലതയുടെ. ഷഷ്ടി ദ്വിവചനം ലതയോഹോ, രണ്ട് ലതകൾക്ക് അല്ലെങ്കിൽ രണ്ട് ലതകളുടെ. ഷഷ്ടി ബഹുവചനം ലതകൾക്ക് അല്ലെങ്കിൽ ലതകളുടെ എന്നാണ് അർത്ഥം. അടുത്തത് സപ്തമി. സപ്തമി ഏകവചനത്തിലെ ശബ്ദരൂപം ലതായാം, ലതയിൽ. സപ്തമി ദ്വിവചനം ലതയോഹോ, രണ്ട് ലതകളിൽ. ലതാസു സപ്തമി ബഹുവചനം, അതിൻ്റെ അർത്ഥം ലതകളിൽ എന്നാണ്. ഇനി നമുക്ക് അതിനെ വാക്യത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. ലത വിദ്യാലയം ഗച്ഛതി. എന്താണ് അർത്ഥം? ലത വിദ്യാലയം ഗച്ഛതി എന്നാൽ ലത വിദ്യാലയത്തിലേക്ക് പോകുന്നു. അവിടെ ലത എന്ന ശബ്ദം പ്രഥമാ വിഭക്തി ഏകവചനമാണ്. അപ്പൊ വിഭക്തിയുടെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചു ഞാൻ. പ്രഥമ എന്നാൽ അത്, അവൻ, അവൾ എന്നാണ് അർത്ഥമെന്ന്. അപ്പൊ ഇവിടെ ലത എന്ന് പറഞ്ഞാൽ പ്രഥമയ്ക്ക് അർത്ഥം ലത എന്നുള്ള നാമപദത്തെ മാത്രം സൂചിപ്പിക്കുന്നു. അപ്പോൾ ലത വിദ്യാലയം ഗച്ഛതി എന്നാൽ ലത വിദ്യാലയത്തിലേക്ക് പോകുന്നു. അടുത്തത് വേറൊരു ഉദാഹരണം നോക്കാം. മാതാ ലതായൈ ദുഗ്ധം ദദാതി. മാതാ അമ്മ ലതയ്ക്കായിക്കൊണ്ട് പാൽ നൽകുന്നു. അപ്പൊ ചതുർത്ഥി വിഭക്തിയുടെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് ചതുർത്ഥി വിഭക്തിയുടെ അർത്ഥം? ആയിക്കൊണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ ലതായൈ, ലതയ്ക്കായിക്കൊണ്ട് അമ്മ പാൽ നൽകുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അടുത്തത് ലതായാഹ. ഒരു ഉദാഹരണം കൂടി നോക്കാം. ലതായാഹ പുസ്തകം അസ്തി, ലതയുടെ പുസ്തകമാണ്. അപ്പം ലതായാഹ എന്നുള്ള ശബ്ദം ഷഷ്ടിയുടെ അർത്ഥം യുടെ, ഇക്ക്, ഇന്റെ എന്നാണ്. അപ്പോൾ നമ്മൾക്ക് അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം? ലതയുടെ പുസ്തകമാണ് എന്ന്. ഇങ്ങനെ ഓരോ ശബ്ദരൂപത്തിനും വിഭക്തിയുടെ അർത്ഥങ്ങൾ വെച്ച് നമുക്ക് ധാരാളം വാക്കുകൾ രചിക്കാൻ കഴിയും. അടുത്തതായിട്ട് ഇങ്ങനെ നിങ്ങൾ വിഭക്തിയുടെ അർത്ഥം വെച്ച് ധാരാളം വാക്കുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ശബ്ദരൂപമായ ഇകാരാന്തഃ ശ്രീലിംഗഃ മതിശബ്ദത്തിലേക്ക് പോകാം. അടുത്ത ശബ്ദരൂപമായ ഇകാരാന്തഃ ശ്രീലിംഗഃ മതിശബ്ദഃ. ഇകാരാന്തഃ എന്നാൽ ഈ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്ന ശ്രീലിംഗ ശബ്ദരൂപമാണ് മതി എന്നുള്ള ശബ്ദം. എന്തുകൊണ്ടാണ് ഇകാരാന്തഃ അകാരാന്തഃ എന്നൊക്കെ പറഞ്ഞത്? അതായത് അന്തലിംഗ വിഭക്തി വചനങ്ങൾ എന്താണെന്നായിരിക്കും നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം. ഒരു ശബ്ദം ഏത് അന്തത്തിലാണ് വരുന്നത്, ഏത് ലിംഗത്തിലാണ് വരുന്നത്, ഏത് വിഭക്തിയിലാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇകാരാന്തഃ, ഈ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്നത്, മതി എന്ന ശബ്ദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഈ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്ന ശബ്ദരൂപമാണ് മതിഹി. ശബ്ദരൂപത്തിലേക്ക് പോകാം. പ്രഥമ ഏകവചനം മതിഹി, പ്രഥമ ദ്വിവചനം മതി, പ്രഥമ ബഹുവചനം മതയഃ. സംബോധന പ്രഥമ ഹേ മതേ, ഹേ മതി, ഹേ മതയഃ. ദ്വിതീയ മതിം, മതി, മതീഹി. തൃതീയ ഏകവചനം മത്യ, തൃതീയ ദ്വിവചനം മതിഭ്യാം, തൃതീയ ബഹുവചനം മതിഭിഹി. ചതുർത്ഥി ഏകവചനം രണ്ട് ശബ്ദരൂപങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മത്യൈ, മതയേ. ചതുർത്ഥി ദ്വിവചനം മതിഭ്യാം, ചതുർത്ഥി ബഹുവചനം മതിഭ്യഃ. പഞ്ചമി ഏകവചനം മത്യ, പഞ്ചമി ദ്വിവചനം മതിഭ്യാം, പഞ്ചമി ബഹുവചനം മതിഭ്യഃ. ഷഷ്ടി ഏകവചനം മത്യാഹ, ഷഷ്ടി ദ്വിവചനം മത്യോഃ, ഷഷ്ടി ബഹുവചനം മതീനാം. സപ്തമിയിൽ ഇതുപോലെ രണ്ട് രൂപങ്ങളാണ് വരുന്നത്, മത്യാം, മതൗ. സപ്തമി ദ്വിവചനം മത്യോഃ, സപ്തമി ബഹുവചനം മതിഷു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥങ്ങൾ
ഈ മതി എന്ന ശബ്ദരൂപത്തിൻ്റെ കൂടെ വിഭക്തി അർത്ഥങ്ങളായിട്ട് സംയോജിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ അർത്ഥങ്ങൾ, അതായത് അർത്ഥവത്തായ ശബ്ദരൂപത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കും. നിങ്ങൾ ഈ ശബ്ദരൂപങ്ങൾ ഉപയോഗിച്ച് ധാരാളം വാചകങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുക. അടുത്ത ശബ്ദരൂപമായ ഉകാരാന്തഃ സ്ത്രീലിംഗഃ ധേനുശബ്ദഃ. ഊ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്ന സ്ത്രീലിംഗ ശബ്ദമായ ധേനു ശബ്ദമാണ്. ധേനു എന്ന ശബ്ദത്തിൻ്റെ അന്ത്യത്തിൽ ഉ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്നു. അതിനാലാണ് ഉകാരാന്തഃ സ്ത്രീലിംഗഃ ധേനുശബ്ദഃ. ഇതിൻ്റെ പ്രഥമാ വിഭക്തിയിലെ ഏകവചനത്തിലെ രൂപം ധേനുഹു, ദ്വിവചനത്തിലെ രൂപം ധേനു, ബഹുവചനത്തിലെ രൂപം ധേനവഃ. സംബോധന പ്രഥമ ഏകവചനത്തിലെ രൂപം ഹേ ധേനോ, ദ്വിവചനം ഹേ ധേനു, ബഹുവചനം ഹേ ധേനവഃ. ദ്വിതീയ ഏകവചനം ധേനും, ധേനു, ധേനുഹു. തൃതീയ ഏകവചനം ധേൻവ, ദ്വിവചനം ധേനുഭ്യാം, ബഹുവചനം ധേനുഭിः. ചതുർത്ഥി ഏകവചനം ധേൻവേ, ധേനവേ. 2 ശബ്ദരൂപങ്ങളുണ്ട് ചതുർത്ഥി ഏകവചനത്തിൽ. ചതുർത്ഥി ദ്വിവചനത്തിലെ രൂപം ധേനുഭ്യാം, ചതുർത്ഥി ബഹുവചനത്തിലെ രൂപം ധേനുഭ്യഃ. പഞ്ചമി ഏകവചനത്തിലെ രൂപങ്ങൾ ധേൻവ, ധേനോഹോ. 2 ശബ്ദരൂപങ്ങളാണ് ഏകവചനത്തിൽ. പഞ്ചമി ദ്വിവചനത്തിൽ ധേനുഭ്യാം, പഞ്ചമി ബഹുവചനത്തിൽ ധേനുഭ്യഃ. ഷഷ്ടി ഏകവചനത്തിലും ഇതുപോലെ 2 ശബ്ദരൂപങ്ങളാണ് ധേൻവ, ധേനോഹോ. ഷഷ്ടി ദ്വിവചനം ധേൻവോഹോ. ഷഷ്ടി ബഹുവചനം ധേനൂനാം. സപ്തമി ഏകവചനത്തിലെ രൂപം ധേൻവാം, ദ്വിവചനത്തിലെ രൂപം ധേൻവോഹോ. സപ്തമി ബഹുവചനത്തിലെ രൂപം ധേനുഷു. ധേനു ഇതി ശബ്ദസ്യ അന്തഃ കഃ എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്ന ചോദ്യം. അപ്പോൾ ധേനു എന്ന ശബ്ദത്തിൻ്റെ അന്തം ഏതാണ്? ധേനു എന്ന ശബ്ദത്തിൻ്റെ അന്തഃ ഉകാരാന്തഃ ശബ്ദഃ ഭവതി ധേനു ഇതി ശബ്ദം. ഇതിൻ്റെ പഞ്ചമിയിലെ ഏകവചനത്തിലെ രൂപങ്ങൾ ഏതൊക്കെ എന്നായിരിക്കും അടുത്തതായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. പഞ്ചമി ദ്വിവചനത്തിൽ എത്ര രൂപങ്ങളുണ്ട്? ഏകവചനത്തിൽ 2 രൂപങ്ങൾ. ഏതൊക്കെയാണത്? ധേൻവ, ധേനോഹോ. ആയതിനാൽ ഈ രൂപങ്ങളല്ലേ നിങ്ങൾ കൃത്യസ്ഥമാക്കേണ്ടതാണ്. അടുത്ത ശബ്ദരൂപത്തിലേക്ക് പോകാം. ഋകാരാന്തഃ സ്ത്രീലിംഗഃ മാതൃശബ്ദഃ. ഋ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുന്ന സ്ത്രീലിംഗ ശബ്ദമാണ് മാതൃശബ്ദം. അതിലെ പ്രഥമ വിഭക്തി ഏകവചനം മാതാ, പ്രഥമ ദ്വിവചനം മാതരൗ, പ്രഥമ ബഹുവചനം മാതരഃ. സംബോധന പ്രഥമ ഏകവചനം ഹേ മാതഃ, സംബോധന പ്രഥമ ദ്വിവചനം ഹേ മാതരൗ, സംബോധന പ്രഥമ ബഹുവചനം ഹേ മാതരഃ. ദ്വിതീയ വിഭക്തിയിലെ ഏകവചനം മാതരം, ദ്വിതീയ വിഭക്തിയിലെ ദ്വിവചനം മാതരൗ, ദ്വിതീയ വിഭക്തിയിലെ ബഹുവചനം മാതൃൻ. തൃതീയ വിഭക്തിയിലെ ഏകവചനം മാത്ര, തൃതീയ വിഭക്തിയിലെ ദ്വിവചനം മാതൃഭ്യാം, തൃതീയ വിഭക്തിയിലെ ബഹുവചനം മാതൃഭിः. ചതുർത്ഥിയിലെ ഏകവചനം മാത്രേ, ചതുർത്ഥിയിലെ ദ്വിവചനം മാതൃഭ്യാം, ചതുർത്ഥിയിലെ ബഹുവചനം മാതൃഭ്യഃ. പഞ്ചമി ഏകവചനം മാതുഃ, പഞ്ചമി ദ്വിവചനം മാതൃഭ്യാം, പഞ്ചമി ബഹുവചനം മാതൃഭ്യഃ. അടുത്തത് ഷഷ്ടി. ഷഷ്ടിയിലെ ഏകവചനം മാതുഃ, ഷഷ്ടിയിലെ ദ്വിവചനം മാത്രോഹോ, ഷഷ്ടി ബഹുവചനം മാതॄണാം. സപ്തമി ഏകവചനം മാതരി, സപ്തമി ബഹുവചനം മാതൃഷു. ഇങ്ങനെയാണ് ഋകാരാന്തത്തിലെ ശബ്ദ രൂപങ്ങൾ, മാതൃശബ്ദത്തിലെ രൂപങ്ങൾ. ഈ ശബ്ദരൂപങ്ങളിൽ തൃതീയ
ദ്വിവചനം, ചതുർത്ഥി ദ്വിവചനം, പഞ്ചമി ദ്വിവചനം, ഈ രൂപങ്ങളെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. മാതൃഭ്യാം, ദ്വിവചനം മാതൃഭ്യാം എന്നാണ്. അടുത്ത പഞ്ചമിയിലെ ദ്വിവചനം മാതൃഭ്യാം എന്നാണ്. ചതുർത്ഥിയിലെ ദ്വിവചനം മാതൃഭ്യാം എന്നാണ്. ഈ ഒരു ശബ്ദരൂപങ്ങൾ പഠിച്ചാൽ തന്നെ നമ്മൾക്ക് ഇന്ന കാര്യങ്ങൾ, അതായത് പഞ്ചമിയിലും ചതുർത്ഥിയിലും പഞ്ചമിയിലും ഷഷ്ടിയിലും ദ്വിവചനത്തിലെ രൂപങ്ങൾ സമാനമാണ്. അതുപോലെ തന്നെയാണ് പഞ്ചമിയിലെ ഏകവചനവും ഷഷ്ടിയിലെ ഏകവചനവും സമാനമായിട്ടുള്ള രൂപങ്ങളാണ്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ രൂപങ്ങളൊക്കെ നമുക്ക് കൃത്യസ്ഥമാക്കാൻ കഴിയും. ഈ ശബ്ദരൂപങ്ങളെല്ലാം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഈ ശബ്ദരൂപങ്ങളെ നമുക്ക് പറയാം. അകാരാന്തമായ സ്ത്രീലിംഗ ശബ്ദമാണ് ലത എന്നുള്ള ശബ്ദം. അതിൻ്റെ പ്രഥമാ വിഭക്തി ലത, ലതേ, ലതാഹ എന്നാണ്. ഏകവചനം, ദ്വിവചനം, ബഹുവചനത്തിലെ രൂപങ്ങൾ. ഇകാരാന്തഃ സ്ത്രീലിംഗഃ മതി ശബ്ദഃ. അതിലെ പ്രഥമാ വിഭക്തിയിലെ രൂപങ്ങൾ ഏകവചനം മതിഹി, മതി, മതയഃ എന്നാണ്. വികാരാന്തത്തിലെ രൂപങ്ങൾ, മാതൃശബ്ദത്തിലെ രൂപങ്ങൾ മാത, മാതരോ, മാതരഹ എന്നാണ്. ഉകാരാന്ത സ്ത്രീലിംഗ ശബ്ദമായ ധേനു ശബ്ദത്തിലെ ധേനുഹു, ധേനു, ധേനവഹ എന്നാണ്. ഇത് നന്നായി കൃത്യസ്ഥമാക്കുക. ഇതിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ഡെയിലി റിവിഷനായി എഴുതി തന്നെ നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.